10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ മാറി പുതിയ പാഠങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതേപോലെ തന്നെയാണ് 10ാം ക്ലാസ്സിലെ IT ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യത്തിലും. എന്തൊക്കെയാണ് അതിലുള്ള മാറ്റങ്ങൾ? കഴിഞ്ഞ പ്രാവശ്യത്തെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കും ഈ പുതിയ വന്ന 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കും തമ്മിൽ ഓരോ ചാപ്റ്ററിലും എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സമയം കളയുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. യു ആർ നൗ വാച്ചിങ് ഫ്രഷ് ബൈറ്റ്സ്. ആദ്യത്തെ പാർട്ട് ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അവിടെ നമുക്ക് പഠിക്കാനുള്ളത് 6 ചാപ്റ്റേഴ്സ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ 10ാം ക്ലാസ്സിലെ ITയുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാലും ആദ്യത്തെ പാർട്ടിൽ 6 ചാപ്റ്റേഴ്സ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് എടുത്ത് പറയാനുള്ളത് 2 ചാപ്റ്റേഴ്സ് ആണ്. ഒന്ന് 3ാമത്തെ ചാപ്റ്റർ ആണ്, പിന്നെ 6ാമത്തെ ചാപ്റ്റർ ആണ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ പറയാം. ആദ്യത്തെ ചാപ്റ്റർ എടുക്കാം, ഡിസൈൻ ഫാക്ടറി. ഡിസൈൻ ഫാക്ടറി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ 10ാം ക്ലാസ്സിലെ ITയുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ദ വേൾഡ് ഓഫ് ഡിസൈനിങ് എന്നതായിരുന്നു. ഡിസൈനിങ്ങിന്റെ ലോകത്തേക്ക് ഏകദേശം ആ ഒരു ചാപ്റ്ററുമായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു ചാപ്റ്ററിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ഇങ്ക്സ്കേപ്പ് എന്ന സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്. ഇങ്ക്സ്കേപ്പ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു വെക്ടർ ഇമേജ് തയ്യാറാക്കുക, അതായത് ഒരു കപ്പ് ആൻഡ് സോസറും അതിൻ്റെ ഒരു ബാനർ, ഒരു കുടുംബശ്രീ ബാനർ ഒക്കെ എങ്ങനെയാണ് കുടുംബശ്രീക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാനർ എങ്ങനെ തയ്യാറാക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് പഠിച്ചത്. അതേപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ഈ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇങ്ക്സ്കേപ്പിനെ പറ്റി തന്നെയാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. അവിടെ റാസ്റ്റർ ഇമേജ് എന്താ, വെക്ടർ ഇമേജ് എന്താ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. കുറച്ചധികം ടൂളുകളും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഈ ഒരു ചാപ്റ്ററിനെ പറ്റി ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ടെന്ന് പറയാൻ മാത്രം കാര്യങ്ങളില്ല. നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ, ടൂളുകളും കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ്. നമുക്ക് നല്ല രസത്തിൽ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററുകളിൽ ഒന്നാണ് നമ്മുടെ ഡിസൈൻ ഫാക്ടറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ലെറ്റ്സ് പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ, അതായത് പത്രത്താൾ ഒരുക്കാം എന്നതാണ് ഈ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര്. കഴിഞ്ഞ പ്രാവശ്യത്തെ 10ാം ക്ലാസ്സിലെ IT ടെക്സ്റ്റ് ബുക്കിൽ പബ്ലിഷിംഗ് അഥവാ പ്രസിദ്ധീകരണത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അവിടെയും ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഏകദേശം ചെറിയൊരു ബന്ധം നമുക്ക് കാണാൻ പറ്റും. കാരണം അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പുസ്തകം തയ്യാറാക്കുന്നതും അതിലൊരു ഉള്ളടക്ക പട്ടിക തയ്യാറാക്കുക, അതിലുള്ള ഹെഡിങ്ങുകളും കാര്യങ്ങളും സ്റ്റൈൽ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നത് ഒരു പുതിയൊരു സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്. അതായത് പബ്ലിഷിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണെങ്കിലും ഇവിടെ എത്തുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സോഫ്റ്റ്വെയർ തന്നെ നമ്മൾ പഠിക്കുന്നത് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ലിബർ ഓഫീസ് റൈറ്റർ ആയിരുന്നു നമ്മളവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ലിബർ ഓഫീസ് റൈറ്റർ ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. എന്നാൽ ഇവിടെ നമ്മുടെ പത്രത്താൾ ഒരുക്കാം അഥവാ ലെറ്റ്സ് പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ എന്ന ഒരു ചാപ്റ്ററിലേക്ക്, പുതിയ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നത് സ്ക്രൈബസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്. സ്ക്രൈബസ് എന്ന് പറയുന്നത് ഒരു ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള DTP സോഫ്റ്റ്വെയർ ആണ്. അതായത് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് മാഗസിനുകൾ തയ്യാറാക്കാൻ, ന്യൂസ് പേപ്പറുകൾ ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റും. ബുദ്ധിമുട്ടാണോ എന്ന ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഒരു പുതിയ സോഫ്റ്റ്വെയർ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം മാത്രമാണ്. പക്ഷെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് സാധാരണ പോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ പഠിക്കുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുമ്പോൾ സുഖമായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ഈ ഒരു നമ്മുടെ രണ്ടാമത്തെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ 3ാമത്തെ ചാപ്റ്ററിലേക്ക് എത്തുന്ന സമയത്ത് 3ാമത്തെ ചാപ്റ്റർ കമ്പ്യൂട്ടർ ലാംഗ്വേജ് അഥവാ കമ്പ്യൂട്ടർ ഭാഷ എന്നതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. ഈ ഒരു ചാപ്റ്റർ എനിക്ക് കുറച്ച് എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തായാലും ഇത് 10ാം ക്ലാസ്സിൽ ഇങ്ങനെയൊരു ചാപ്റ്റർ വന്നത് തീർച്ചയായിട്ടും യൂസ്ഫുൾ തന്നെയാണ്. നിങ്ങൾക്ക് ഓൾറെഡി പഴയ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് നോക്കിയാൽ കാണും പൈത്തൺ ഗ്രാഫിക്സ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ആ ഒരു ചാപ്റ്ററിനെ ഒന്ന് പൊളിച്ച് പണിതിരിക്കുകയാണ് ഇവിടെ ഈ കമ്പ്യൂട്ടർ ഭാഷ എന്നൊരു ചാപ്റ്ററിലൂടെ. അതായത് പൈത്തൺ എന്ന ലാംഗ്വേജ് തന്നെയാണ് നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ ഭാഷ എന്ന ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലെ IT ടെക്സ്റ്റ് ബുക്കിൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അതിലുള്ള പൈത്തൺ തന്നെയാണ് അവിടെയുള്ളത്. അതിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു 10ാം ക്ലാസ്സിലെ ഈ പുതിയ ചാപ്റ്ററിലേക്ക് വന്നിട്ടുണ്ട്. ഓൾറെഡി 10ാം ക്ലാസ്സിൽ ഒരു പൈത്തൺ ഗ്രാഫിക്സ് എന്നൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ആ പൈത്തൺ ഗ്രാഫിക്സിൽ ടർട്ടിൽ എന്ന മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ഗ്രാഫിക്സ് കാര്യങ്ങൾ, ഒരു ജാമിതീയ രൂപങ്ങളൊക്കെ പൈത്തൺ ഉപയോഗിച്ച് തയ്യാറാക്കുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് ചെറിയ രീതിയിൽ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗം മൊത്തം തന്നെ നമ്മൾ ഈ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള പ്രോഗ്രാമിംഗ് എന്ന ചാപ്റ്ററിലുള്ള പൈത്തണിൽ നമ്മൾ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ കുറേയൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും 10ാം ക്ലാസ്സിൽ ഇങ്ങനെയൊരു ചാപ്റ്റർ കൊണ്ടുവന്നത് എന്തുകൊണ്ടും യൂസ്ഫുൾ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ്, നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പോകുമ്പോഴാണ് ഈ ഫ്യൂച്ചറിൽ നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്ത് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ പഠിക്കാൻ, C++, PHP, ജാവ ഒക്കെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് ലൂപ്പ്, വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, പ്രത്യേകിച്ച് അൽഗോരിതം എന്താ, ഫ്ലോ ചാർട്ട് എന്താ, ഇങ്ങനെയൊക്കെ തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ പഠിക്കാനുണ്ടാവും. അവിടെ നിങ്ങൾ അതൊക്കെ പഠിക്കുമ്പം ഇവിടെ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിലൂടെ അതിന് കുറച്ചും കൂടി ഗുണം ഉണ്ടാവുകയാണ്. വിഷമമാണോ എന്നതാണ് അടുത്ത നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഇവിടെ നിങ്ങൾ
നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ആലോചിക്കാനുണ്ടാവും. എന്നാൽ വിഷമം എന്ന് പറയാനില്ല. കാരണം കമ്പ്യൂട്ടർ സയൻസ് ഇഷ്ടപ്പെടുന്നവർക്ക്, IT ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ തന്നെ പഠിക്കാനുണ്ടാവും. ബുദ്ധിമുട്ടുണ്ടാവില്ല, കുറച്ച് ആലോചിക്കണം എന്നത് മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ അങ്ങനെ തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ നല്ലൊരു ചാപ്റ്ററാണ് ഈ ഒരു കമ്പ്യൂട്ടർ ഭാഷ എന്ന് പറയുന്നത്. 4ാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ സൈബർ പ്രപഞ്ചം അഥവാ സൈബർ സ്പേസ് എന്നതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഈ ഒരു ചാപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എൻ്റയർ ആയിട്ട് തിയറിയാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ക്രിപ്റ്റോ കറൻസിയെ പറ്റിയിട്ട്, IoTനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്, മെറ്റാവേഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്. ഇതൊക്കെ എന്താണ് എന്നുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിച്ചെടുക്കാനുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു ഇന്നത്തെ കാലത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. 5ാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മേക്ക് ദ വെബ് ലുക്ക് സ്റ്റൈലിഷ് അഥവാ മലയാളത്തിൽ അതിനെ നമുക്ക് വെബ് പേജ് സ്റ്റൈലാക്കാം എന്നതാണ് ഈ ഒരു ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ. കഴിഞ്ഞ പ്രാവശ്യത്തെ 10ാം ക്ലാസ്സിൽ ITയിൽ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, അട്രാക്റ്റീവ് വെബ് ഡിസൈനിങ് മിഴിവോടെ എന്നതായിരുന്നു ആ ഒരു ചാപ്റ്ററിൻ്റെ പേര്. ഏകദേശം ആ ഒരു ചാപ്റ്ററുമായിട്ട് നല്ലൊരു ബന്ധം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 10ാം ക്ലാസ്സിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടികൾ ആ ഒരു ചാപ്റ്ററിൽ പഠിച്ച കുറേ കാര്യങ്ങൾ അതേപോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യം പഠിക്കാനുണ്ട്. ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ HTMLനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. ഇനി അത് പഠിച്ചില്ല, എത്രത്തോളം പഠിച്ചു എന്നതൊക്കെ അവിടെ വെക്കട്ടെ. നമുക്ക് ബേസിക് തൊട്ട് തന്നെ തീർച്ചയായിട്ടും ഇത് പഠിക്കാം. നിങ്ങൾ അങ്ങനെ കുഴപ്പിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഒരു വെബ് പേജിനെ എങ്ങനെ നല്ല അടിപൊളിയാക്കാം, സ്റ്റൈലിഷ് ആക്കാം എന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. അങ്ങനെ ഈ 1ാം ഭാഗം ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ 6ാമത്തെ ചാപ്റ്ററിലേക്ക് എത്തുന്ന സമയത്ത് അത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, ദ വേൾഡ് ഓഫ് റോബോട്ട്സ് അഥവാ റോബോട്ടുകളുടെ ലോകം. ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് കാര്യം തന്നെ നിങ്ങളോട് പറയണം. അതായത് ഈ ഒരു ചാപ്റ്റർ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, നല്ല അടിപൊളി ചാപ്റ്ററാണ്. തിയറി കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറച്ച് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ, റോബോട്ടിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരുപാടൊന്നും അല്ലെങ്കിൽ കുറച്ച് ബേസിക് കമ്പോണൻസ് റോബോട്ടിൻ്റെ ഘടനയിൽ, അതായത് റോബോട്ട് സിസ്റ്റത്തിൻ്റെ ബേസിക് കമ്പോണൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്താണ് റോബോട്ടിക്സ് എന്ന് പഠിക്കാനുണ്ട്. അതുപോലെ നിങ്ങളുടെ സ്കൂളിൽ റോബോട്ടിക് കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കിറ്റ് ഉണ്ട്. അതിലുള്ള അർഡിനോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചില ഡിവൈസുകൾ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത്, അതിൻ്റെ ഒരു ചെറിയൊരു മോഡൽ അതെങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നിങ്ങളിവിടെ പഠിക്കുന്നുണ്ട്. അതേപോലെ കുറച്ചും കൂടി എടുത്തു പറയുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ഡിവൈസ് ഇവിടെ തയ്യാറാക്കാൻ പറ്റും. അതെങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് പഠിക്കുന്നുണ്ട്. അതായത് എന്താണെന്നറിയോ, സ്മാർട്ട് ഡോർ ഒക്കെ ഇല്ലേ, ആ സ്മാർട്ട് ഡോറിൻ്റെ ഒരു മിനിയേച്ചർ, അതായത് നമ്മളെ മനുഷ്യൻ്റെ ഫേസ് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡോറ് തുറക്കാൻ പറ്റുന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു ഡിവൈസിൻ്റെ ഒരു മിനിയേച്ചർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതൊക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ടും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ലിറ്റിൽ ഗേറ്റ്സിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇതിനെപ്പറ്റി ചെറിയൊരു ധാരണ ഉണ്ടാവും. ഇനി അത് ഉണ്ടോ ഇല്ലയോ അതൊന്നും നമുക്ക് അവിടെ മാറ്റിവെക്കാം, അതൊന്നും വലിയൊരു വിഷയമാക്കി എടുക്കേണ്ട. ഇവിടെ വിഷമമാണോ എന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യ ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കുറച്ച് ടഫ് എന്ന് തോന്നാൻ സാധ്യതയുള്ളത് ചിലപ്പോൾ ഈ ഒരു ചാപ്റ്റർ ആയിരിക്കും. വിഷമമുണ്ട് എന്ന് തോന്നാൻ നിങ്ങൾ ഒരു കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കുമ്പോൾ വിഷമമുണ്ട് തോന്നാൻ സാധ്യതയുള്ള ഈ ഒരു ചാപ്റ്റർ ആയിരിക്കും. പക്ഷേ അങ്ങനെ വിഷമിക്കുക, നിങ്ങൾ അങ്ങനെ ഇത് പഠിക്കാൻ പറ്റൂല, ഇതിലൊരു മാർക്കും കിട്ടില്ല, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവില്ല. അവസാന എക്സാമിൻ്റെ തലേന്ന് ഇത് നോക്കി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കിളി പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കൃത്യസമയം കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇതിലെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ LED കത്തിക്കുന്നതും LED PP ഇങ്ങനെ അടിക്കുന്ന ഒരു BPP സൗണ്ട് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ചെയ്യാനുണ്ട്. പിന്നെ റോബോട്ടിനെ പറ്റിയൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കാനുള്ള സാധ്യതയില്ല. തിയറി ആണെങ്കിലും അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ബോറടിക്കില്ല. അതുകൊണ്ട് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അത് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു 10ാം ക്ലാസ്സിലെ ITയിലെ പുതിയ വന്നിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നത്, നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ചാനലിലൂടെ 10ാം ക്ലാസ്സിൽ ITയിലെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ടെക്സ്റ്റ് ബുക്കിലുള്ള പല കാര്യങ്ങളും നമ്മൾ വീഡിയോ ട്യൂട്ടോറിയലായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മാറി വന്ന ടെക്സ്റ്റ് ബുക്കിലെയും ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന, ഭാവിയിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലൂടെ പഠിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുവാണ്, നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.